ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ തുടങ്ങിയാലോ. ഇത് കനകാമ്പരം, നല്ല ഭംഗിയല്ലേ, സുന്ദരി. ഇതാ മുല്ലപ്പൂവിൻ്റെ ഇടയിൽ വെച്ച് കോർത്തങ്ങ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവളുടെ ഭംഗി ഒന്നും കൂടി അങ്ങ് കൂടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കനകാമ്പരം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതുപോലൊരു കാര്യമുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊന്നും ഞങ്ങളുടെ കാടാണല്ലോ, ഞങ്ങൾ കാട് ഏരിയ ആണ്, ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റ് ഏരിയ. ഇവിടെ ഇങ്ങോട്ടും വീടുകളൊക്കെ കുറവാണെന്ന് അറിയാലോ. ഇവിടെ നോക്കി അടുത്ത വീട് കാണൂല, കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അനിയനൊക്കെ കൂടി പഠിക്കാൻ പോകുമ്പോൾ ഈ റോഡ് സൈഡിലുണ്ടല്ലോ ഈ നീല കളറിൽ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചതാ കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് നീലക്കൊടുവേലി. നിറച്ചാണ് ഇതുപോലെ, ഇങ്ങനെ റോഡ് സൈഡിലുണ്ടല്ലോ, ഇങ്ങനെ നിറച്ച് നിൽക്കും. കണ്ട, നീലക്കൊടുവേലി. ഇത് മരുന്നാണല്ലോ, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം ഞാൻ പറയും ഇത് മറ്റേ കനകാമ്പരാണെന്നും പറഞ്ഞുകൊണ്ടേ ഇത് പൊട്ടിച്ച് കൊണ്ടുപോയി. അയ്യോ മുള്ളു, ഇല്ല, തല പിടിച്ചു പുറം പിടിച്ചു വിട്ട്. അതെങ്കിലും എൻ്റെ മുടി എന്നെ പിടിച്ചു, മുള്ളു പിടിച്ചു. പുറത്തങ്ങ് മെഴുകി പൊട്ടു പോട്ടെ, രക്ഷപ്പെട്ടു. വല്ലവരുടെ പറമ്പിൽ കയറി നമുക്ക് വെടുപ്പാക്കാൻ പറ്റില്ലല്ലോ, അത് വല്ലവരുടെ പറമ്പാട്ടാ. പിന്നെ ഇപ്പുറത്തുണ്ട്, നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ ഇല പൊട്ടിച്ച് അല്ലെങ്കിൽ വല്ല പാത്രം പൊട്ടിച്ച് ഈ തലയിൽ കോർത്ത് വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് വീട്ടിലായാലും ഈ മുല്ലപ്പൂവിൻ്റെ ഇടയിലൊക്കെ വെച്ച് കോർത്ത് കനകാമ്പരം പോലെ കണ്ട ഇവിടെ നിറച്ച് നിൽക്കണ, പറമ്പിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. സുന്ദരി, അവളൊരു സുന്ദരിയാണ്, നീലക്കുറിഞ്ഞി പൂത്ത പോലെ നിൽക്കണേ. ഇപ്പം അതിനെ പറ്റി പോകുമ്പോൾ എനിക്ക് പറ്റത്തുള്ളൂ, നീലക്കുറിഞ്ഞി പൂത്ത പോലെ. വാവ്, ഇപ്പം ആ ചെറുപ്പത്തിലത്തെ ഓർമ്മ വരിക, പൊട്ടിച്ചങ്ങ് കോർത്താലോ. അയ്യോ, അവിടെ